ஈஸியாக தான் லேடிஸ் ஈஸியாகவே மூவ் பண்ணிட்டு கொண்டு போகலாம். ഓക്കെ, കണ്ടില്ലേ? ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു മെഷീൻ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വെറും 100 രൂപ ചിലവിൽ നിങ്ങളുടെ തോട്ടത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ ഉള്ള വേസ്റ്റുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും, വളമായിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും. ലേഡീസിനൊക്കെ വളരെ എളുപ്പത്തിൽ തോട്ടത്തിനുള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ വെയ്റ്റ്ലെസ് ആയിട്ട്, അധികം വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ, വെയിറ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഉള്ള മെഷീനാണിത്. ഒരാളുടെയും സഹായം വേണ്ട, നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. ഈ മെഷീനുകൾ കണ്ടില്ലേ? ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു മെഷീൻ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വെറും 100 രൂപ ചിലവിൽ നിങ്ങളുടെ തോട്ടത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ ഉള്ള വേസ്റ്റുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും, വളമായിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള മെഷീനുകളാണിത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇത് 2 ടൈപ്പാണുള്ളത് അല്ലേ? 2 ടൈപ്പ്. ഓക്കെ, 2 ടൈപ്പ് ഉണ്ട്. 2 പെട്രോളാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടുമേ പെട്രോളിൽ വർക്ക് பண்ணுது. ഒന്ന് 7.5 HP, ഒന്ന് 14 HP. ഓക്കെ, 7.5 14 HP അല്ലേ? 14 HP ആണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ പർപ്പസ് എങ്ങനെ? രണ്ടും ഒരുപോലെയാണോ? രണ്ടും ഒരേ പർപ്പസ് தான். കപ്പാസിറ്റി വേരിയേഷൻ இருக்கு அவ்வளவுதான். ഓക്കേ, കപ്പാസിറ്റി വേരിയേഷൻ ഉണ്ട്. ഇത് കുറച്ച് സ്ട്രോങ് ആണ്. இது வந்து உங்களுக்கு பவர்ஃபுல். இன்னொரு வந்து தென்னை மட்டை ஃபுல் கெப்பாசிட்டி ஃபுல்லுமே எதுவுமே கட் பண்ணாம ஃபுல்லுமே இதுல இன்சர்ட் பண்ணி பொடி பண்ணிக்கலாம். அதுனா பாட்டம் அந்த அகலமா இருக்க அடிப்பகுதி மட்டும் நம்ம 1 feet கட் பண்ணிட்டு இன்சர்ட் பண்ண வேண்டியது. இதுனா உங்களுக்கு முழுசுமே பண்ணிக்கலாம். ആ ഒരു മെഷീനിലാണെങ്കിൽ നമുക്ക് ഓല അതിന്റെ ലാസ്റ്റ് ഭാഗം വരുന്നില്ലേ, കുറച്ച് വീതിയായിട്ട് വരുന്നില്ലേ, ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു മെഷീനിൽ ഇടാൻ വേണ്ടി. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇതിന് ഒന്നും ചെയ്യേണ്ട, ഓല അതുപോലെ ഇറക്കി കൊടുത്താൽ മതി, ഈസി ആയിട്ട് നല്ല രീതിയിൽ പൊടിയായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ, അല്ലാതെ പവറിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ ഡെമോ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്? ആദ്യം ഇതിൽ എന്താ ഡെമോ കാണിക്കാൻ പോകുന്നത്? இந்த பெரிய மிஷினில் பார்த்து. ஓகே, இதில் எந்த நம்ம டெமோ காணிக்க போகுது? இதில் வந்து இப்போ தென்னை மட்டை, வாழை மரம், உரிமட்டை, அப்புறம் வந்து இளநியோட வேஸ்டேஜஸ், அதுலேருந்து விழுகிற ஓலை, குருமை எல்லாமே நம்ம வந்து இப்போ கட் பண்ணி எப்படி உரமாக போடுறதுன்னு பார்க்கலாம். ഇയർക്കൈക്ക് எப்படி நம்ம മറുപടിയും റീഫെർട്ടിലൈസ് பண்ணி പോടുறோங்கிறது நம்ம பார்க்கலாம். ഓക്കെ, നമ്മളിപ്പോൾ ഈ മെഷീൻ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടില്ലേ, ഇതിൻ്റെ വാവട്ടം വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഒരു തെങ്ങിൻ്റെ ചുവട്ടിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതിന് വളമായിട്ട് എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാം നമുക്ക് എങ്ങനെയാണിത് പൊടിച്ച് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു ടെസ്റ്റിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് കണ്ടില്ലേ, ഒരു വാഴമരം എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടില്ലേ, കോക്കനട്ടിൻ്റെ ഷെല്ല് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗാർഡനിലൊക്കെ വരുന്ന കുറച്ച് ഗാർഡൻ വേസ്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്ത കുറച്ച് ബ്രാഞ്ചസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, പിന്നെ നമ്മുടെ ഓല. ഇത്രയും ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് സാധാരണ ഫാമിലൊക്കെ വേസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് വളമായിട്ട് മാറ്റാമെന്നാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മൾ മെഷീനൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദേ എല്ലാവരും റെഡിയാണ്. നമുക്ക് നോക്കിയാലോ അപ്പോൾ തുടങ്ങാം. നമ്മളിപ്പോൾ ആദ്യം ഓലയാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതേ കണ്ടോ,
ഇപ്പോൾ കണ്ടില്ലേ ഒരു 5 നിമിഷത്തെ അല്ലേ ആ ഒരു മെഷീൻ്റെ വർക്കിംഗ് 5 minutes ദേ ரெடி ஆயிട്ടുണ്ട്. அவுட்புட். ஆமாம், இதான அவுட்புட். அதுதான் அவுட்புட். இது வந்து நேச்சுரலாக உங்களுக்கு ஃபர்டிலைஸ் பண்ணியிருக்கோம். இந்த மரத்துலேருந்து கிடைச்ச இதே கழிவுகளை நம்ம இந்த மரத்துக்கே இயற்கை உரமாக, இதனால நம்மளுக்கு வந்து காய் வளம் பெருகும். நமக்கு நம்ம வந்து இன்னும் நம்மளோட விவசாயமும் நம்மளோட ப்ராஃபிட்டும் தான் ജാസ്തിയാകും. ലേഡീസിനൊക്കെ വളരെ എളുപ്പത്തിൽ തോട്ടത്തിനുള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ വെയ്റ്റ്ലെസ് ആയിട്ട് അധികം വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ, വെയിറ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഉള്ള മെഷീനാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തോട്ടത്തിനുള്ളിൽ എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുവന്ന് ഇതുപോലെ ഇത് കണ്ടില്ലേ, ഇതിപ്പം ഈ ഒരു തെങ്ങിൻ്റെ അല്ലേ നമ്മൾ വളം എല്ലാം കൊടുത്തു. ഇത് കണ്ടോ ഔട്ട്പുട്ട് ഇതേ കണ്ടോ, ഈ രീതിയിലുള്ള ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത് ചെറിയൊരു പീസ് എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും അരച്ചെടുത്തിട്ടുണ്ടല്ലേ, അരച്ച് റെഡിയാക്കി എടുത്തിട്ട് കണ്ടോ. ഇതൊന്ന് ലെവൽ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എന്താ നമ്മൾ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു അല്ലേ. വളമെല്ലാം കൊടുത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഈ തെങ്ങിൽ നിന്ന് കിട്ടിയ ഓലമടൽ വരെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ഈ ഇതൊന്ന് വേസ്റ്റ് ഒന്ന് ഫാമിനകത്തുള്ള വേസ്റ്റ് ഒന്ന് കത്തിച്ച് കളയേണ്ട, വെറുതെ നമുക്ക് അതിനെ തന്നെ നമുക്ക് ഈ രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു വളമാണിത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഉപയോഗമുണ്ട്. ഇതുപോലെ നമുക്ക് വേസ്റ്റേജ് ഒന്നും വരാതെ എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഫാമിൽ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനൊരു ഹെൽപ്പറിൻ്റെ ആവശ്യം പോലും ഇല്ല, ഈ ഒരു മെഷീൻ മാത്രം മതി. എല്ലാം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് ഈ രീതിയിലാക്കി വളമായിട്ട് കൺവെർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു മെഷീനുമായിട്ട് തോട്ടത്തിലേക്ക് വന്നതാണ്. വെറും 5 നിമിഷം കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് വേസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്തു അത് വളമാക്കി കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞു 5 മിനിറ്റ് കൊണ്ട്. ഇനി അറിയേണ്ടത് ഇത് 1 ലിറ്റർ പെട്രോൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞാൽ എത്ര നേരം ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും എന്നുള്ള കാര്യമായിരിക്കും. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ മൈലേജ് എങ്ങനെയാണ് ഇതിൻ്റെ? அது 7.5 HP. இதில் வந்து 1 லிட்டர் பெட்ரோல் வந்து 1 ஹவருக்கு யூஸ் பண்ணிக்கலாம். ഒരു മണിക്കൂർ. ഓക്കെ, അത് 7.5 HP ആണ്. അത് നമുക്ക് 1 മണിക്കൂർ 1 ലിറ്റർ എണ്ണ ഒഴിച്ചാൽ 1 മണിക്കൂർ ഉപയോഗിക്കാം. ഇത് 14 HP ആണ്. ഇത് നമുക്ക് എത്ര നേരം ഉപയോഗിക്കാം? 1 ലിറ്റർ പെട്രോൾ 45 മിനിറ്റ്സ് റൺ பண்ணிக்கலாம். 45 മിനിറ്റ് ഇത് റൺ ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഇത് കുറച്ച് കപ്പാസിറ്റി കൂടിയതാണ്. അതൊന്ന് കപ്പാസിറ്റി കൂടിയതാണ്. പിന്നെ അതിനൊക്കെ സ്പീഡ് ഉണ്ടല്ലോ, ഇത് സ്പീഡ് ഹൈ പ്രഷറിൽ വർക്ക് பண்ணலாம் ഇതിൽ. ഓക്കെ, ഇത് കുറച്ച് സ്പീഡുള്ള മെഷീനാണ്. അത് കുറച്ച് 1 മണിക്കൂർ 3/4 മണിക്കൂർ ഡിഫറൻസ് നോക്കരുത്. ബെറ്റർ ഈ ഒരു മെഷീനിലേക്ക് വരുന്നതാണ്. இந்த மெஷின் உங்களுக்கு வந்து ஹை பவர்னா எதுனாலும் தென்னை மட்டையை முழுசா விட்டுக்கலாம், உங்களுக்கு ஃபுல்லாக விட்டுக்கலாம். அதில் வந்து அடிப்பாகம் கட் பண்ணணும், அதுக்கு ஒரு லேபர் தனியாக போடணும். இதுன்னா உங்களுக்கு வந்து யாருமே வேண்டாம், ஒரு ஆள் வச்சுட்டு நீங்கள் ஃபுல்லுமே இதே யாராக இருந்தாலும் ஒரே ஒரு பர்சன் இருந்தால் போதும். இதுக்கு இன்னொரு லேபர் நம்மளுக்கு வந்து இப்போ லேபர் ஷார்ட்டேஜ் இருக்கிறதுனால தான் இப்போ நம்ம மெயினாக இந்த மாதிரி கன்சப்ஷன் இந்த மாதிரி மெஷினரிஸ் நம்ம மாறுறோம். இப்போ இதுக்கு வந்து லேபர் தான் தொலாவணும்னு அவசியம். ஓனராக இருந்தாலுமே அவங்களே தன்னோட அவங்களோட டைம் எப்படின்னு பார்த்துட்டு அவங்களோட லிஷர் டைமில் இந்த ஒர்க் பண்ணிக்கலாம். ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഏതൊരു മരത്തിനാണോ നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കേണ്ടത്, തോട്ടത്തിലേക്ക് ഈ ഒരു മെഷീൻ കൊണ്ടുവരിക. വേസ്റ്റ് ഈ നമ്മളിപ്പോൾ കണ്ടില്ലേ അതുപോലുള്ള വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ തോട്ടത്തിലുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് വരിക. ഇത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വെച്ചെടുക്കുക അല്ലേ. 5 മിനിറ്റ് കഴിഞ്ഞു, ജോലി തീർന്നു. ഒരാളുടെയും സഹായം വേണ്ട, നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് ഈ ഒരു മെഷീൻ്റെ കാര്യങ്ങൾ. ഇനി അറിയേണ്ടത് ഡെലിവറിയുടെ കാര്യമായിരിക്കും. കാരണം കമ്പനി കോയമ്പത്തൂരിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഡെലിവറിയുടെ കാര്യം എങ്ങനെയാണ്? டெலிவரி வந்து கேரளாவுக்கு ஒரு நாள்லேயே நம்மளுக்கு டெலிவரி கொடுத்துடலாம். ஆல் ஓவர் இந்தியா நம்ம சப்ளை பண்ணிட்டு தான் இருக்கோங்க. ஆல் ஓவர் இந்தியா நார்த் சைடில் பார்த்தீங்கன்னா 1 or 2 days சப்ளை பண்ணலாம். കേരളാക്ക് അടുത്ത നാളെ നമ്മൾക്ക് അയച്ചിട്ടുള്ളൂ. ഓക്കെ, കേരളത്തിലേക്കാണെങ്കിൽ ഒരു ദിവസം മതി എന്നാണ് പറയുന്നത്. എല്ലാ സ്റ്റേറ്റിലേക്കും ഉണ്ട്. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. ഓൾ ഇന്ത്യ ഡെലിവറി സൗകര്യമുള്ള കമ്പനി തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഈ കമ്പനി കേരളത്തിലേക്ക് വന്നത് നമ്മുടെ ചാനൽ വഴിയാണ് അല്ലേ. നമ്മുടെ ചാനൽ വഴിയാണ് വന്നത്. 1 വർഷത്തിന് മുമ്പ് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. അതിനുശേഷം ഞങ്ങൾ പിന്നെ വരുന്നത് ഇപ്പോഴാണ് അപ്ഡേഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്ഡേഷൻ എടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ വിളിച്ചു. പുതിയ മെഷീൻസ് വന്നിട്ടുണ്ട്, നല്ല കപ്പാസിറ്റി ഉള്ള കർഷകരുടെ ആവശ്യത്തിനനുസരിച്ച് അവരുടെ റിവ്യൂ അനുസരിച്ച് മോഡിഫൈ ചെയ്ത മെഷീൻസ്. கஸ்டமரோட கன்சப்ஷன் எப்படி, அவங்களுக்கு என்ன தேவைகள் அவங்க சொல்லுவாங்க, எங்களுக்கு இந்த மாதிரி வேணும்னு கேட்டால் அவங்களுக்கு தகுந்த மாதிரி நாங்கள் മെഷീനറി செஞ்சு நம்ம கொடுத்துருவோம். ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ തന്നെയാണ് നിങ്ങൾക്കിത് ഈ ഒരു മെഷീൻ കിട്ടുക. 2 മോഡലാണുള്ളത്. ഏത് മോഡൽ വേണമെന്ന് നിങ്ങളുടെ ആവശ്യം പറഞ്ഞാൽ മതി. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇവരൊന്ന് റെക്കമെൻഡ് ചെയ്യും. ആ ഒരു മെഷീൻ എടുത്താൽ മതി. ഇനി വാറണ്ടിയുടെ കാര്യം എങ്ങനെയാണ്? 1 ഇയർ വാറണ്ടി ഉണ്ട്. വാറണ്ടിയുണ്ട്, ഡെലിവറി സൗകര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മെഷീൻ്റെ വിശേഷങ്ങൾ. ഈ ഒരു മെഷീൻ മാത്രമല്ല, നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവരോട് എടുത്തു പറയേണ്ട കാര്യമില്ല. എന്നാലും പുതുതായിട്ട് കാണുന്നവരോട് പറയുകയാണ്, ഈ ഒരു കമ്പനിയിൽ കൃഷിക്കാർക്ക് വേണ്ട എല്ലാവിധ മെഷീൻസും ഉണ്ട്. എല്ലാവിധ മെഷീൻസ് ആണെങ്കിൽ മറ്റ് നിങ്ങൾ സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പോലെയല്ല. ഇത് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള നല്ല നല്ല മെഷീൻസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഷീനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം, ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മെഷീനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ ഇവരുടെ നമ്പർ വെച്ചിട്ടുണ്ട്, ആഞ്ജന ഇൻഡസ്ട്രീസിൻ്റെ നമ്പർ വെച്ചിട്ടുണ്ട്. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വിളിച്ച് ചോദിക്കുക. ഏത് മെഷീനെ കുറിച്ചുള്ളതെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള മെഷീൻസ് ഇവിടെ നിന്ന് നിർമ്മിച്ച് തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വിളിക്കാം. എല്ലാ സപ്പോർട്ടും ഇവിടെ തരുന്നതാണ്. പിന്നെ കൂടാതെ
നമ്മുടെ ചാനൽ ഒരു സ്പെഷ്യൽ ഓഫറുണ്ട്. നമ്മുടെ ചാനൽ വീഡിയോ കണ്ടിട്ട് വിളിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ പറയാം. കാരണം ഈ ഒരു കമ്പനി ബിസിനസ് കേരളത്തിലേക്ക് വന്നത് നമ്മുടെ ചാനൽ വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കമ്പനി തരുന്ന ഓഫറാണ്. നമ്മുടെ ചാനൽ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് കൃഷിമിത്ര TV വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നത് പറയുക. പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഡിസ്കൗണ്ട് ഉറപ്പല്ലേ? സ്പെഷ്യലാണ് കണ്ടിപ്പാ. ഓക്കെ, അപ്പോൾ അതിനൊരു ഡിസ്കൗണ്ട് അതുണ്ടാവും. അത് കൃത്യമായിട്ട് ചോദിച്ചു വാങ്ങുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലേ? കൂടുതൽ പറയാനുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.